അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ ഒന്നാം പ്രതി ഡോക്ടർ എം കെ റാം ഒളിവിൽ കഴിയുന്നത് ആന്ധ്രയിൽ നിന്നാണ് സൂചന. അന്വേഷണ സംഘം ആന്ധ്രയിൽ എത്തിയിട്ടുണ്ട്. റാമിന്റെ ബന്ധുവീടുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് റാം. ഷഹദ് റഹ്മാനുണ്ട് നമുക്കൊപ്പം. ഷഹദ്, ഈ നിതിൻ രാജ് മരണപ്പെട്ടിട്ട് ഇപ്പോൾ ഇത്രയധികം ദിവസങ്ങളായിരിക്കുന്നു. ഈ ഡോക്ടർ റാമിനെ മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള സെഷൻസ് കോടതി നിരീക്ഷണങ്ങൾ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇയാളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുന്ന, മോശമായി സംസാരിക്കുന്ന ഒരു സ്വഭാവം ഇയാൾക്കുണ്ടായിരുന്നു. ഈ അവസാനം നിതിൻ രാജിനെ പ്രിൻസിപ്പലിന്റെ റൂമിൽ വിചാരണ ചെയ്യുന്ന സമയത്ത് ഇയാളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഇത്ര ഗുരുതരമായ നിരീക്ഷണങ്ങൾ കോടതി നടത്തിയിട്ട് ഇയാൾ എത്രയും വേഗം പിടികൂടണമെന്ന് പറഞ്ഞിട്ട് പോലും ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മികച്ച പോലീസ് സേനയാണെന്ന് സ്വയം ഊറ്റം കൊള്ളുന്ന കേരള പോലീസിനെ എന്തുകൊണ്ടാണ് ഇതുവരെ ഇയാളെ കണ്ടെത്താൻ സാധിക്കാത്തത്? ഷഹദ്, അതായത് ഈ സംഭവം നടന്ന ഇത്ര ആഴ്ചകൾ പിന്നിടുമ്പോഴും ഈ പ്രതിയായിട്ടുള്ള ഡോക്ടർ റാം, അല്ലെങ്കിൽ കുറ്റാരോപിതനായിട്ടുള്ള ഡോക്ടർ റാം, അദ്ദേഹത്തെ ഇതുവരെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാളെ ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ നടക്കാൻ പോവുകയാണ്. അതിൽ പ്രധാനമായിട്ടും അവർ ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് പ്രതികളായിട്ടുള്ള ഡോക്ടർ റാം ഉൾപ്പെടെയുള്ള ആളുകളെ ഉടൻ തന്നെ പിടികൂടണം എന്ന ആവശ്യമാണ് ദളിത് സംഘടനകൾ മുന്നോട്ട് വെക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് നാളെ അവർ ഹർത്താൽ ആചരിക്കുകയും ചെയ്യുന്നത്. അവശ്യ സർവീസുകളെ ഈ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ റാം എവിടെ എന്ന ചോദ്യം നിലനിൽക്കുകയാണ്. കാരണം ഇയാൾ ഇപ്പോഴും കാണാമറയത്താണ് എന്ന വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതായത് ഒന്നാം പ്രതിയായിട്ടുള്ള ഡോക്ടർ റാം നിലവിൽ ആന്ധ്രയിലാണ് എന്ന വിവരമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഇയാളുടെ മൊബൈൽ ഫോൺ അവസാനമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ അവിടെ വെച്ച്, അല്ലെങ്കിൽ ആ സമീപ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കും ഇയാൾ ഉണ്ടാവുക എന്ന ഒരു അനുമാനത്തിലാണ് നിലവിൽ അന്വേഷണ സംഘം എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. പ്രത്യേകിച്ച് ഇയാൾ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് പണം പിൻവലിക്കുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ അത് ഏത് ഭാഗത്തു നിന്നാണ്, കൂടാതെ ഏതെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനെയെങ്കിൽ അവരുടെ മൊബൈൽ നമ്പറുകളൊക്കെ തന്നെ ട്രേസ് ചെയ്യുന്നുണ്ട് പോലീസ്. പക്ഷേ ഇയാൾ എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത പോലീസിന് ഇതുവരെ കൈവന്നിട്ടില്ല. മാത്രവുമല്ല, ഇതിനോടകം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ഈ പ്രതിയായിട്ടുള്ള ഡോക്ടർ റാം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നിലവിൽ, അതായത് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യതയും അന്വേഷണ സംഘം മുന്നിൽ കാണുന്നുണ്ട്. ലഭിച്ച സംഗീത നമ്പ്യാർ ഇന്നിപ്പോൾ പോലീസിന് മുന്നിൽ ഹാജരായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പോലീസിനോട് പറഞ്ഞത്? യെസ്, അതാണ് ഈ കാര്യത്തിലുണ്ടായ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഡോക്ടർ റാമിനൊപ്പം തന്നെ ഒളിവിൽ കഴിഞ്ഞ മറ്റൊരു പ്രധാന അധ്യാപികയായിരുന്നു ഡോക്ടർ സംഗീത. എന്നാൽ ഇവർ കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിക്കുകയും ഒപ്പം തന്നെ ജാമ്യം ലഭിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇന്ന് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരായിട്ടുള്ളത്. അപ്പോൾ അന്വേഷണ സംഘത്തിന് ഇവർ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരാൻ നിൽക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഡോക്ടർ റാം എവിടെ എന്ന ചോദ്യം നിലനിൽക്കുന്നത്. കാരണം സംഭവം നടന്ന ഏകദേശം 2 ആഴ്ചകൾ പിന്നിടുകയാണ്. എന്നിട്ടും ഇതുവരെ ഈ ഡോക്ടർ റാം, അതായത് മുഖ്യപ്രതിയായിട്ടുള്ള, ഒന്നാം പ്രതിയായിട്ടുള്ള ഡോക്ടർ റാമിനെ പിടികൂടാൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവമേറിയിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഈ സംഭവത്തിൽ പ്രതിയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ ദളിത് സംഘടനകൾ ഈ ഹർത്താൽ ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളിൽ റാം വലിയ പ്രശ്നക്കാരനാണെന്ന് നിതിൻ രാജിന്റെ കുടുംബം ആവർത്തിച്ചു പറയുന്നുണ്ട്. അവിടെയുള്ള കുട്ടികൾ പറയുന്നുണ്ട്, വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. എന്തിന് കോടതി പോലും പറഞ്ഞു ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് നിതിൻ രാജിന്റെ മരണത്തിന്റെ കാരണം കണ്ടുപിടിക്കാൻ വളരെ പ്രധാനപ്പെട്ടതാണെന്ന്. പക്ഷേ നമ്മുടെ കേരള പോലീസിന് കണ്ണിൽ ഇതുവരെ ഈ റാമിനെ പെട്ടിട്ടില്ല. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇങ്ങനെ തുടരുകയാണ്. ഇപ്പോൾ ആന്ധ്രാപ്രദേശ് വരെ എത്തിയിരിക്കുന്നു പോലീസ് സംഘം.